ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു കാസർഗോഡ് ബീച്ചിലാണ് വന്നിരിക്കുന്നത്. കാസർഗോഡുള്ളതിൽ ഒരു ചെറിയ ബീച്ചാണ് ഗായ്സ്. ഇത് അതിൻ്റെ ലൈറ്റ് ഹൗസാണ് ഗായ്സ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്തെ ശംഖുമുഖം കോവളമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറിയ പാർക്കും ചെറിയ സംവിധാനമുള്ളൊരു ബീച്ചാണ്. അത് വലിയ ബീച്ചുകളല്ലേ. അത് പള്ളിക്കര ബീച്ച് കുറച്ചും കൂടെ കാസർഗോഡുള്ളത് വലിയ ബീച്ചാണ്. ഇത് എൻട്രിയാണ് ഗായ്സ്, ഇതിൻ്റെ പാർക്കിലേക്കുള്ള എൻട്രിയാണിത്. അപ്പോൾ നമ്മുടെ അവിടുത്തെ ബീച്ചിൻ്റെ പാർക്ക് എന്നൊക്കെ പറയുന്നത് ഫ്ലോറിംഗ് ഒക്കെ നല്ല ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയാണ് പ്ലെയിനായിട്ട് തന്നെ ആണ് ഫ്ലോറിങ്, മണ്ണ് തന്നെയാണ്. പ്രത്യേകിച്ച് അവർ അതിലൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുട്ടികൾ ഫുട്ബോളും വോളിബോളും ഒക്കെ കളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ബീച്ചിൽ വരുന്നത്. ആദ്യം വന്നപ്പോൾ ഈ പാർക്ക് ഇരിക്കുന്നല്ലോ, ഈ ഏരിയ ഫുൾ കടലെടുത്തിട്ട് പോയിരുന്നു. ഇപ്പോൾ അവർ വീണ്ടും ഡെവലപ്പ് ചെയ്തതാണ്. ഈ പാർക്കിലൊക്കെ പോയിരിക്കുന്നില്ല, അതല്ല ഇതിനകത്തൂടെ ഞാനൊരു വഴി കണ്ടില്ല, ബീച്ചിനകത്തേക്ക് എൻട്രി ഉള്ള. അപ്പോഴാണ് വീണ്ടും പുറത്ത് പോയിട്ട് വേണം, വന്ന വഴി തന്നെ തിരിച്ചു പോയി സൈഡിൽ കൂടെ വേണം പോകാനെന്ന്. ഇവിടെ ബീച്ചിനകത്ത് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ട് കയറാൻ പാടില്ല. പ്ലാസ്റ്റിക് ഫ്രീ ബീച്ചുകളിലൊരു ബീച്ചാണിത്. ഇത് ലൈറ്റ് ഹൗസിൻ്റെ ഫുൾ വ്യൂ ആണ്. ഇവിടെ നിന്നപ്പോൾ നല്ല ഫുൾ വ്യൂവിൽ കിട്ടി, അങ്ങനെ എടുത്തതാണ് ഗായ്സ്. ലൈറ്റ് ഹൗസിൽ എൻട്രി ഉണ്ടോയെന്ന് അറിയില്ല, ഞാനത് നോക്കിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം അതിൻ്റെ വീഡിയോ ഇടാം ഗായ്സ് എടുത്തിട്ട്. അപ്പോൾ ഇതാണ് ഈ പാർക്കെന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ബീച്ചിലോട്ട് പോകാം. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങി. ഇത് റോഡാണ്. ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ബീച്ച്, തൊട്ടടുത്ത് തന്നെ. ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന് സംവിധാനം വെച്ചിട്ടുണ്ട് ഗായ്സ്, പ്ലാസ്റ്റിക് ഡിസ്പോസലിന്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കാണാം, ഇതാ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കാം. ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു അസ്തറ്റിക് പ്ലേസ് കണ്ട് ഈ ബീച്ചിൽ വന്നവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആയിരിക്കും. ഇവിടെ ഇങ്ങനെ സൈഡിലും പ്ലാസ്റ്റിക് ആണല്ലോ, അത് ഈ കടലിൽ നിന്ന് കിട്ടിയത് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ അവിടെയൊക്കെ കോർപ്പറേഷൻസൊക്കെ വന്ന് ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഗായ്സ്. അപ്പോൾ ഇതാണ് ബീച്ച്. അപ്പോൾ ഉള്ളതിലൊരു ചെറിയൊരു ബീച്ചാണ്, എങ്കിലും ബിസി ഒരു ലൈഫൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഡേ ആയിരുന്നു നിങ്ങളുടെയെങ്കിൽ, ഒന്ന് ലൈക്ക് പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ബീച്ച് ഒരു ഓപ്ഷനാണ്. ഇൻ കേസ് കാസർഗോഡുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ കുറച്ച് കാസർഗോഡിയൻ കാക്കാസിനെയൊക്കെ കണ്ടു ഗായ്സ്. ആദ്യം ലൈക്ക് വന്നത് ബീച്ചിൽ ഇങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമെന്നാ, പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന് തോന്നി. ഇപ്പോൾ ഇവിടെ കുറച്ച് ഫാമിലീസും ഈ നിങ്ങൾക്ക് കാണാം ഇനി വീഡിയോയിൽ, അത്രയും ഉള്ള തിരക്കേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഫുഡും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ ശംഖുമുഖത്തൊക്കെ ആണെങ്കിൽ കുറേ ഫുഡും ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അത് അത്ര ഡെവലപ്ഡ് ഒന്നുമല്ല. ട്രിവാൻഡ്രം വെച്ച് നോക്കുമ്പം ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ വലിയ നമുക്കങ്ങനെ ഫുഡും ഒന്നും കിട്ടാറൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോകണം, സമാധാനത്തോടൊക്കെ ഒന്ന്. ബീച്ച് ഇഷ്ടമുള്ളവർക്ക് ബീച്ച് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം, ഫോട്ടോസൊക്കെ എടുക്കാം, ബുക്കൊക്കെ റീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വാട്ടറിൽ ഇങ്ങനെ പ്ലേ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും പറ്റും. ഇതാണ് ഇതിൻ്റെ ഫുൾ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫുൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന അത്രയും തന്നെ. ഇവിടെ നോക്കിയപ്പോൾ ഒരു കുഞ്ഞിങ്ങനെ എന്ത് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ കക്കകളൊക്കെ ഇങ്ങനെ പൊട്ടി, ഇങ്ങനെ അതിൻ്റെ ഷെല്ലൊക്കെ ഇങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ടപ്പം വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഈ ഫുട് പ്രിൻറ്റ്സ് ഒക്കെ കണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം കണ്ടത് ഗൈസ്. ഇതിനകത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു ഹോൾസ് കണ്ട വലുതുമായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ ഞണ്ടുണ്ടാകുമല്ലോ എന്ന്. ഞണ്ടുണ്ട് ഗൈസ്. അങ്ങനെ എനിക്ക് 2 ഞണ്ടിനെ കിട്ടി. പിന്നെ അവരുടെ മൂവ്മെൻറ്റ്സ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അധികം എടുക്കാൻ പറ്റില്ല വീഡിയോ. അതൊരു ഞണ്ടാണ് ഗൈസ് ആയിരിക്കുന്നത്. മണലും ഈ ഞണ്ടിൻ്റെയും കളർ ഒന്നായതുകൊണ്ട് തന്നെ കണ്ടെത്താൻ വേണ്ടി അതാ ഒരെണ്ണം ഇപ്പം ഭയങ്കര പാടായിരുന്നു. അതേ ഒരു ഞണ്ടിരിക്കുന്നു ഗൈസ്. ഒരേ കളറായതുകൊണ്ട് കണ്ടെത്താൻ പാടും. ഞണ്ടിൻ്റെ കുഞ്ഞു ഞണ്ട്, അങ്ങനെ കാക്കയും ഞണ്ടിനെയാണ് ഞാൻ ഇവിടെ കണ്ടത് ഗൈസ്.
അങ്ങനെ പപ്പയൊന്നും കാലിൽ നനയ്ക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഈ കിടക്കുന്ന പ്ലാസ്റ്റിക് അത് കടൽ കൊണ്ട് ഇങ്ങോട്ട് ഇട്ടതാണ് കരയിലേക്ക്. കടലിനകത്ത് പ്ലാസ്റ്റിക് ഉള്ളതുകൊണ്ട് അങ്ങനെ പപ്പയൊന്ന് കാലിൽ നനയ്ക്കുന്നുണ്ട്. അപ്പം ഞാനും വിചാരിച്ച് കൊള്ളാം, ഞാനും ഒന്ന് ഇറങ്ങാമെന്ന്. അതിനുള്ള പ്രിപ്പറേഷൻസാണ് ഗൈസ്. അങ്ങനെ ഞാനും ഒന്ന് കാലൊക്കെ നനച്ച് ഗൈസ്. അപ്പോൾ നല്ല തണുത്തിരിപ്പുണ്ടായിരുന്നു വെള്ളം, നല്ല രസമായിരുന്നു ഗൈസ്. കുറേ നാൾക്ക് ശേഷമാണ് ബീച്ചിലേക്ക് പോയത്, അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വൈബൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും പോസ്റ്റ് ചെയ്തതാണ് കടലിന് തിര വരുന്നത്. പക്ഷേ ഇത് കണ്ടോണേ കോമഡിയാണ്. കടലിൻ്റെ ഇവിടെ കളിക്കുന്നതുണ്ട. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കടലിൻ്റെ തിര ഞാൻ നിൽക്കുന്നിടത്തേക്ക് വരുത്തിയില്ല. നോക്കിക്കോ, കണ്ടോ? കടൽ കളിക്കുന്നതാണ് ഗൈസ്. അങ്ങനെ ലാസ്റ്റ് പക്ഷേ വരും കേട്ടോ, വലിയൊരു തിരയായിട്ട് വരും അത്യാവശ്യം. ഇവിടെ ഉള്ളത് ഇപ്പോൾ തിര വരുന്നതിൽ അത്യാവശ്യം വലിയ തിരകൾ ഇതൊക്കെയാണ്. തിര കമ്പാരിറ്റീവ്ലി കുറവാണ്. മീൻസ് ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് ഗായസ്. അപ്പോൾ ഈ കടലിൽ വന്ന ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു കക്കയുടെ തോടും കൂടെ എടുത്ത് വെച്ചു ഗായസ്. അപ്പോഴാണ് കണ്ടത് ലൈറ്റ് ഹൗസ് ഓൺ ആയത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തപ്പോൾ നോക്കിയപ്പം മുകളിൽ ചന്ദ്രനും പിന്നെ ഒരു ഈഗിളിനെയും കണ്ട്. അപ്പം കംപ്ലീറ്റായി കടൽ വൈബ് എല്ലാം കംപ്ലീറ്റായി ഗായസ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ റോഡൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നമ്മുടെ അവിടുത്തെ പോലെ ഭയങ്കര ഡെവലപ്ഡ് അല്ല കാസർഗോഡ്, ട്രിവാൻഡ്രത്തെ പോലെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറേ വർഷം പുറകിലോട്ടാണ്. ഇതിവിടെ ഞാൻ മുമ്പേ കാണിച്ച ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇവിടുത്തെ ഈ റോഡ് കണ്ടോ, അതുപോലെ ഇപ്പോഴും മെയിൻ റോഡുകളായിട്ട് ഇപ്പോഴും അങ്ങനത്തെ റോഡുകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ റോഡുകളും അതൊക്കെ വീതി കുറവാണ്. ഇപ്പോൾ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ഓഫീസ് വിട്ട ടൈമായതുകൊണ്ട് നല്ല റഷൊക്കെ ഉണ്ടാവും റോഡുകളിൽ. ഇത് പ്ലാസ്റ്റിക് ഫ്രീ ബീച്ചുകളിലൊന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. ഇത് ഈ ബീച്ചിലേക്ക് വരുന്ന റോഡ് ഇങ്ങനെയാണ് ഗൈസ്. രണ്ട് സൈഡിലും ഗ്രീനറി ഒക്കെ ഉണ്ട്, ഇങ്ങനെ വീടുകളും തെങ്ങും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് ഹിൽ സ്റ്റേഷൻസാണ്, കൂടുതലും ഹിൽസാണ്. നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്ന ഏരിയ ആണെങ്കിലും ഹിൽ ഏരിയ ആണ്. പിന്നെ കുറേ ഹിൽസിലോട്ടൊക്കെ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസുകളാണ്, ചിലതൊന്നും അല്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ഫാഷനബിൾ ആയിട്ടൊരു ഡിസ്ട്രിക്റ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാംഗ്ലൂർ കർണാടക അടുത്തുള്ളതുകൊണ്ട് മാംഗ്ലൂരും പിന്നെ ബാംഗ്ലൂർ ഇവിടെ നിന്ന് 350 കിലോമീറ്റേഴ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവിടെ നല്ല ഫാഷനബിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഡ്രസ്സുകളും അവിടുത്തെ പോലെ നല്ല ഫാഷനബിൾ ആയിട്ടുള്ളതാണ്, ട്രെൻഡി ആയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ വെച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം ഫാഷനബിൾ അല്ല ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഗൈസ്, അത്ര അങ്ങോട്ട് ഫാഷനല്ല. ഇത് ഇവിടുത്തെ മാർക്കറ്റ് റോഡാണ്. ഈ ടൈം ഇവിടെ നല്ല അത്യാവശ്യം റഷ് ഉണ്ടായിരിക്കും. ഇനി അങ്ങോട്ട് പോകുന്തോറും റോഡിൻ്റെ ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര റഷും ചെറിയ ചെറിയ ട്രാഫിക്കുകളൊക്കെ ഉണ്ട് ഗൈസ്.
പിന്നെ ഇതാണ് ഗായ്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വ്ളോഗിൽ കാണാം ഗായ്സ്. ബൈ ഗായ്സ്, ടേക്ക് കെയർ.